ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു സിമ്പിൾ ഡയലോഗ് അല്ലേ, ഒരു സിമ്പിളായിട്ട് പറഞ്ഞു വയ്ക്കാവുന്ന സാധനമല്ല. നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയില് അൻസിബ അതിന്റെ ഏറ്റവും മേൽ കമ്മിറ്റിയിലുള്ള ഒരാളാണ്. അൻസിബ ഹസൻ എന്നാണ് മുഴുവൻ പേര്. അവർ അതിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അതിൽ ടിനി ടോം അടക്കമുള്ള ആളുകൾ ഇവരെ ഒരു വർഗീയവാദിയായിട്ടാണ് അൻസിബയെ ചിത്രീകരിക്കാൻ വളരെ എളുപ്പമാണ്. അൻസിബ ഹസൻ എന്നുള്ള പേര് തന്നെ ധാരാളമാണ്. അവരൊരു മുസ്ലിം മതവിശ്വാസത്തിൽപ്പെടുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് അൻസിബ ഹസൻ ഒരു മത തീവ്രവാദിയാണ് എന്ന് ഇവർക്കെല്ലാം ആരോപിക്കുകയും ഏകദേശം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസയോഗ്യമാവുന്ന രീതിയിലൊക്കെ ചില മനസ്സുകൾ നമ്മുടെ കേരളത്തിൽ വളർന്നിട്ടുണ്ട് എന്നതിനാൽ ഇവരൊരു പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നടക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു പ്രോഗ്രാം നടത്തുന്നു. ആ പ്രോഗ്രാം നടത്തുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിന് ടീം വരുന്നു. അവർ പറയുന്നു, ഞങ്ങൾ പൈസ മുടക്കാം, പ്രോഗ്രാമിന് വേണ്ടിയുള്ള പൈസ ഞങ്ങൾ മുടക്കാം, പക്ഷേ ഞങ്ങളുടെ അമ്പലത്തിന്റെ ഫോട്ടോയും പേരും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണം. അൻസിബ ഹസൻ എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള അവൾ പറയുന്നു, ഇന്ന് അമ്പലത്തിനെ ഇങ്ങനെ ഇതിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ നാളെ പള്ളിയെ ക്ഷണിക്കേണ്ടി വരും, മറ്റന്നാൾ ക്രിസ്ത്യൻ പള്ളിയെ ക്ഷണിക്കേണ്ടി വരും. അങ്ങനെ മത തീവ്രവാദികൾ മുഴുവൻ കിടന്ന് ഉഴലുന്ന ഒരു സ്ഥലമായിട്ട് അമ്മ എന്ന് പറയുന്ന നമ്മുടെ കലാകാരന്മാരുടെ സംഘടന മാറും. കലാകാരന്മാർക്ക് അങ്ങനെ ജാതി മതമൊന്നുമില്ല. അതുകൊണ്ട് ഒരു മതത്തിനും ഒരു ജാതിക്കും നമ്മൾ ഇപ്പോൾ നിന്നു കൊടുക്കരുത് എന്നാണ് അൻസിബ ഹസൻ പറഞ്ഞത്. പക്ഷെ അതോടുകൂടിയിട്ടാണ് അത്ര ഇവർക്കെതിരെ ഇവരെന്തൊരു അമ്പലത്തിന് എതിർത്തു എന്നൊക്കെ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന ഈ സ്ത്രീ, ഇതൊരു സംഘടനയാണ്, ഒരു നല്ല സംഘടനയാണ്, എങ്ങനെയാണ് ഈ സ്ത്രീ ഇതില് ഭാഗവാക്കായത് എന്ന് അറിയുന്നില്ല. അതൊരു പക്ഷെ അൻസിബയും ഇവരും തമ്മിൽ എന്തൊക്കെയോ പേഴ്സണൽ പ്രശ്നങ്ങളാണ്. ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, അമ്മ എന്ന് പറയുന്ന സംഘടനയെ BJP-ക്കാര് അല്ലെങ്കിൽ RSS-കാര് തീവ്ര ഹിന്ദുക്കള് ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തയാണ്. എന്തായാലും ഇത് കേൾക്കാം, ഇവരെ വർത്തമാനം കേൾക്കാം. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ്, എത്ര എളുപ്പത്തിലാണ് അൻസിബ എന്ന് പറയുന്ന ഒരാളെ ഒരു തീവ്ര മതവിശ്വാസിയാക്കി മാറ്റിയത്. ഞാൻ അവരെ വിശ്വസിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന വിഭാഗത്തിലെ മത പണ്ഡിതന്മാരാരും സിനിമയുമായി ബന്ധപ്പെട്ട സംഗതിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സംഘടനയിൽ നിൽക്കുന്ന ഒരാളെ 1% പോലും ഈ ഒരു മുസ്ലിം ആളുകളും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ സഹായിക്കുന്നതെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഇത്തരത്തിലൊരു വാക്ക് എന്ന് പറയുന്നത് അതൊരു സിമ്പിൾ വാക്കല്ല. ഒരാളുടെ അതുവരെ അയാൾ ജീവിച്ച ജീവിതത്തിന്റെ നിറം കെടുത്തുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസല് സംഘടനയാണ്, ഒരു സംശയവുമില്ല, അസല് സംഘടനയാണ്. ഈ സംഘടന വായിൽ നിന്ന് വരുന്നത് ഒന്ന് കേൾക്കണം. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എന്താണ് ശരി? അതായത് ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇവരെന്തോ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്ന പേരില് അൻസിബയെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ചിരുന്നു. ഇപ്പൊ അവര് പറയുന്നു പരാതി കൊടുത്തിട്ടില്ല, ചുമ്മാ അവിടെ പോയി പറഞ്ഞതാണ്. ഇങ്ങനെ ചുമ്മാ ഇവരാണ്ട് പോയി പറയുമ്പോ എന്തൊക്കെയോ ഇതിന്റെ പുറകിൽ ഭയങ്കര കളികളുണ്ട്. എനിക്കിതിലെ അപകടം എന്ന് പറഞ്ഞ സാധനം എനിക്ക് മനസ്സിലായത്, ഇനി നിങ്ങൾ ഇവരുടെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ അപകടം മനസ്സിലാവുകയുള്ളൂ. കേട്ടോക്കൂ. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എന്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്നു. എന്തായാലും ഇവരുമായിട്ട് 2 മിനിറ്റ് ഒന്നും ഒരു കാര്യം ഫോണിൽ തീരാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഇവരുടെ രീതികൾ നമുക്ക് തോന്നിപ്പോകുന്നു. എന്തോ ആയിക്കോട്ടെ, ഇവർ പറഞ്ഞത് ഇവർ അഡ്വക്കേറ്റ് കൃഷ്ണരാജുമായി 10 കോടി രൂപ അൻസിബയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കാൻ പോകുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. 10 കോടി രൂപയാണ് നഷ്ടപരിഹാരം വാങ്ങിക്കാൻ പോകുന്നത്. ആരാണ് ഈ പറയുന്നത് നമ്മുടെ കൃഷ്ണരാജ്? അത് നമുക്ക് നോക്കാം. അതറിയാതെ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൃഷ്ണരാജ് ആരെന്ന് മനസ്സിലായാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് കൃഷ്ണരാജിനെയാണ്.
ഒന്ന് കേട്ടോളൂ. സുഹൃത്തുക്കളെ, ഇതാണ് കൃഷ്ണരാജ്. കൃഷ്ണരാജിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കാണാം. ഇവർ സംഘപരിവാറിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇനി ഇവരെ 1-2 പോസ്റ്റുകൾ കണ്ടാൽ മാത്രമാണ് ഇവരുടെ രീതി മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ, വന്ദേ മാതരം. മതതീവ്രവാദികൾ എഴുന്നേറ്റ് അറ്റൻഷനാക്കി നിർത്തിച്ചു. വന്ദേ മാതരം മുഴുവൻ കേൾപ്പിച്ചതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുസ്ലിം നമ്മുടെ ലീഗിലെ ആളുകളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ചെയ്യുന്ന തീവ്രമായിട്ട് ഹിന്ദു മത കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിട്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന പരിപാടികളൊന്നുമില്ല. ഈ ആളാണ് ഈ പറയുന്ന ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് കോടതിയിൽ അൻസിബ ഹസ്സിന് വേണ്ടിയിട്ട് ഹസനെതിരെ വാദിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാദിക്കാൻ ഇറങ്ങുന്നത് അമ്മ സംഘടനയിലെ വ്യക്തികൾ തമ്മില്ല. കൃത്യമായിട്ട് ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെതിരെ വാദത്തിനിറങ്ങുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സംഗതികൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ കൈവിട്ടു പോയിട്ട് വർഗീയവാദികളുടെ കയ്യിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. വളരെ താമസവും കൂടാതെ തന്നെ ആ ഒരു സംഘടനയിൽ നിന്ന് മമ്മൂട്ടി അടക്കമുള്ള ഒരുപക്ഷെ ഇനി അങ്ങനെയൊക്കെ സാധിക്കുള്ളൂ. മമ്മൂട്ടി അടക്കമുള്ള ഒരുപക്ഷെ മുസ്ലിം മതവിശ്വാസം കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുകയും അത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി അടക്കമുള്ള ഫാദുവാസിൽ അടക്കമുള്ള ആളുകളൊക്കെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് രാജിവെക്കാനുള്ള സാധ്യതയാണ് കാണാൻ പോകുന്നത്. കാരണം ആ ഒരു സംഘടന തീവ്ര ഹിന്ദുക്കൾ ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ്. ബൈ.